വെൽക്കം ടു ജാൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഐ എം ഡോക്ടർ ജുനീദ്, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. താരൻ മാറാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത ആളാണെങ്കിൽ പക്ഷെ അത് മാറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് വെറുമൊരു ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് നമ്മുടെ ശരീരം പറയുന്ന ചില സൂചനകൾ കൂടിയാണെന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം വില കൂടിയ പല ഷാമ്പുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷവും താരൻ ആ ഒരു മൊമെൻറ്റിലേക്ക് മാറുക എന്നല്ലാതെ വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ, മെറ്റബോളിസം കൃത്യമായി നടക്കാത്തതിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ചും പ്രമേഹം ഉള്ള ആളുകൾ അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുമ്പൊക്കെ താരൻ കൂടി വരുന്ന ഒരു ഒരു പ്രക്രിയയാണ്. ഈ യഥാർത്ഥ പ്രശ്നം ഇത് വളരെ ഡീപ്പായി കിടക്കുന്നതാണ്. നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുകയോ ഇതുപോലുള്ള കണ്ടീഷനിലൊക്കെയാണ് താരൻ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം തലയോട്ടിയിൽ നമുക്കറിയാം ഒരു ഫംഗസ് ഉണ്ട്, മെലസേസിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്നാൽ ഇത് എല്ലാവരിലും ഉള്ള ഫംഗസാണ്, നോർമലാണ്. പക്ഷേ ഇത് പ്രശ്നക്കാരനാവുന്നത് ഇത് ഓവറായിട്ട് ഗ്രോത്ത് ചെയ്യുമ്പോഴാണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഘടനകളുണ്ട്. ഇപ്പം മധുരമുള്ള വിയർപ്പ്, അതായത് ഈ പ്രമേഹ രോഗികളിൽ പൊതുവെ ഈ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടും. ഇങ്ങനെ കൂടുമ്പം അത് സ്കിന്നിലെ ഈ സെക്രീഷനിലും ഷുഗറിൻ്റെ അളവ് കൂട്ടും. ഇങ്ങനെ സെക്രീഷൻസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഈ മലസേസിയ എന്ന് പറഞ്ഞ ഫംഗസിന് കൂടുതലായി ആഹാരം കിട്ടുന്നത് പോലെയാണ് അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഇൻസുലിൻ, ഇപ്പോൾ പ്രമേഹം വരുന്നതിന് മുമ്പായിട്ടുള്ള സ്റ്റേജാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ഈ അവസ്ഥയിൽ പൊതുവെ ഷുഗറിൻ്റെ അളവ് കൂടുന്നതിനേക്കാളും പ്രശ്നം വരുന്നത് ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലും മറ്റ് ശീലങ്ങളും കാരണത്താലേ ശരീരത്തിൽ ഇൻസുലിൻ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ഇൻസുലിനുള്ളൊരു പ്രത്യേകതയാണ്, ഇത് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് ഇതിൻ്റെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടും. അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡിൽ കൂടുതൽ കൊഴുപ്പ് ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇത് ട്രിഗർ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൊഴുപ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണല്ലോ. ഈ സമയത്ത് കൊഴുപ്പിലുള്ള ട്രൈഗ്ലിസറൈഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെലസേസിയ ഫംഗസിന് കൂടുതൽ വളരാൻ പറ്റും, കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രമേഹ രോഗം വരുന്നതിന് മുമ്പായിട്ട് പൊതുവെ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഈ താരൻ കൂടുതലായി കാണപ്പെടാനുള്ള ഒരു കാരണം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രശ്നമാണ് ഈ പ്രമേഹ രോഗികളിലും അതുപോലെ പ്രമേഹം വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ശരീരത്തിൽ പൊതുവെ നിർജ്ജലീകരണം കൂടും. അതിന് കാരണം രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിക്കാൻ ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസമാണത്. മൂത്രത്തിലൂടെ പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അത് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കും. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ, അതായത് പ്രമേഹം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു വ്യക്തിയിലാണെങ്കിൽ അമിതമായ എണ്ണമയം സ്കാൽപ്പിൽ കാണപ്പെടാൻ പറ്റും. അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. എന്നാൽ ഡയബറ്റിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ കട്ടിയുള്ള മഞ്ഞ പാടുകൾ പോലുള്ള താരനുകൾ കൂടുതലായിട്ട് കണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആ ഭാഗത്തൊക്കെ മുറിവൊക്കെ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് മാറില്ല, ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകാനൊക്കെ കാരണമാകും. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഈ ഇൻസുലിൻ കൂടിയത് കാരണത്താലാണ് ഇത് വരുന്നത് കൂടി ഓർക്കുക. എന്നാൽ ഈ പ്രമേഹം വന്ന ആളുകളിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി പരിഹാരം നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കണം. ഈ ഫംഗസിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിന് വളരാനുള്ള, ആ സാഹചര്യം കൊടുക്കുക, അതിനെ പട്ടിണിക്ക് ഇടുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ. നമ്മൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 3 ആഹാരങ്ങളാണ് പഞ്ചസാര, മൈദ, വെള്ള അരി. ഈ 3ഉം നമ്മൾ പൊതുവെ മലയാളികൾ കഴിക്കുന്ന ആഹാരങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും റിഫൈൻഡ് ആഹാരങ്ങൾ, പെട്ടെന്ന് എനർജി നൽകുന്ന ഷുഗറി ആയിട്ടുള്ള ബീവറേജസുകളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രണ്ടാമത്തെ സൊല്യൂഷൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇത് മത്സ്യത്തിൽ നിന്നാണ്, കൊഴുപ്പടങ്ങിയിട്ടുള്ള മത്സ്യത്തിൽ നിന്നാണ് നല്ല അളവിൽ കിട്ടുക. പക്ഷേ ഈ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ ഫ്ലാക്സീഡിൽ നിന്നും പിന്നെ ഈ വാൾനട്ടിൽ നിന്നൊക്കെ കിട്ടും. അത് ALA ആണ്, ആൽഫ ലിനോലിക് ആസിഡ്. എന്നാൽ നമുക്ക് മത്സ്യത്തിൽ നിന്ന് കിട്ടുന്നത് EPAയും DHAയും ആണ്. 3 തരത്തിലുള്ളതായാലും ഇത് സ്കിന്നിന് ഹെൽപ്ഫുൾ ആകും. പക്ഷേ കൂടുതൽ ഹെൽപ്ഫുൾ ആവുക EPAയും DHA ആയിരിക്കും. ALA എടുത്താലും അത് ശരീരത്തിൽ ചെറിയ അളവിൽ അത് കൺവേർട്ടാക്കി മാറ്റുന്നുണ്ട്. സോ ഒമേഗ 3 ഫാറ്റി ആസിഡ് ശരീരത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇനി വെള്ളം കുടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരഭാരം അനുസരിച്ചിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. പൊതുവെ ഒരു 50 kg വെയിറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം മിനിമം കുടിച്ചിരിക്കണം. 75 കിലോ വെയിറ്റുള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ. ഇനി ഒരു 100 കിലോ വെയിറ്റുള്ള ഒരാളാണെങ്കിൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്
വെറും ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണെന്ന് മനസ്സിലാക്കാം. അപ്പം അതിനെ കറക്റ്റാക്കണം. നമ്മൾ പുറമേ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി സൂക്ഷിച്ചത് കൊണ്ട് മാത്രം പോരാ, നമ്മൾ ഇൻറ്റേർണൽ ക്ലൻസിങ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.